കൊച്ചിൻ പോർട്ട് എംപ്ലോയീസ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സാംസ്കാരിക സമ്മേളനം നടന്നു. കൊച്ചിൻ പോർട്ട് എംപ്ലോയീസ് ഓർഗനൈസേഷന്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം മുൻ MLA ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. കെ ജമാക്സി MLA അധ്യക്ഷത വഹിച്ചു. സെൻട്രിമാരുടെ സഹായത്തോടുകൂടി പട്ടാള ബാരക്കിന് തീർക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അഭിമാനകരമായ പങ്ക് ഈ കൊച്ചി വഹിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ സിനിമയും സിനിമാക്കാരും ഒക്കെ കൊച്ചിയെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് ഗുണ്ടകളുടെ, കൊട്ടേഷൻകാരുടെ, മയക്കുമരുന്നുകാരുടെ താവളം എന്നെല്ലാമാണ്. എന്നാൽ അതങ്ങനെയല്ല. കൊച്ചിയുടെ ചരിത്രം പരിശോധിച്ചാൽ അഭിമാനകരമായ പോരാട്ടം സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ചിട്ടുള്ളവരുടെ നാടാണ് കൊച്ചി. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളാകുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കലയിലും സാഹിത്യത്തിലും കൊച്ചി വഹിച്ചിട്ടുള്ള. നമുക്ക് പറയാൻ പറ്റാത്ത ഇതിലുള്ള വലിയ സംഖ്യം ആൾക്കാർ കൊച്ചി തുറമുഖത്ത് അന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. തുറമുഖത്തെ ജീവനക്കാരുടെ ഏറ്റവും വലിയ കയറ്റ സംഘടനയായിരുന്നു. കൊച്ചി തുറമുഖത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. കൊച്ചി തുറമുഖം ഉണ്ടായതും കൊച്ചി തുറമുഖത്ത് ആ തൊഴിലാളി സംഘടനകളെല്ലാം പ്രവർത്തിച്ച കാര്യങ്ങളും കൊച്ചി തുറമുഖത്തെ ജീവനക്കാരും തൊഴിലാളികളുമൊക്കെ അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നീണ്ട പോരാട്ടം നടത്തിയിട്ടുള്ള കാര്യങ്ങളും CD നന്ദകുമാർ, PB ശിവപ്രസാദ്, MG അജി, KS രമേശ്, KP ശെൽവൻ, KE സാബു, KJ ആന്റണി എന്നിവർ സംസാരിച്ചു. സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം മലയാറ്റൂർ അഭിനയ കലാവതി അവതരിപ്പിച്ച ആരാണ് ഇന്ത്യക്കാർ എന്ന നാടകവും കൊച്ചിൻ കോയയും സംഘവും അവതരിപ്പിച്ച ഗസലും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.